ഷെരീഫ്, തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു കഴിഞ്ഞല്ലോ. തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അൺഇലക്ട്രിക് ഡൈപോൾ ഓഫ് മൊമെന്റ് P is placed parallel to the uniform electric field. The amount of work done in rotating the dipole by 90 degrees. ശരിക്കും ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് നമുക്ക് വലിയ താമസമൊന്നുമില്ല, പക്ഷെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് വരാവുന്ന കുറേയധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൂടെ ഞാനിവിടെ പറയുന്നു. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഡൈപോളിനെ വെച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 3 പോയിന്റുണ്ട്. ഒന്ന്, ടോർക്ക് ആക്ടിംഗ് ഓൺ ദ ഡൈപോൾ ഈസ് ഈക്വൽ ടു PE sin θ. രണ്ടാമത്തത്, വർക്ക് ഡൺ ടു റൊട്ടേറ്റ് എ ഡൈപോൾ ഫ്രം ഇനിഷ്യൽ പൊസിഷൻ θ1 ടു ഫൈനൽ പൊസിഷൻ θ2 ഈസ് ഈക്വൽ ടു P ഇൻറ്റു cos θ1 മൈനസ് cos θ2. തേർഡ് വൺ, potential energy of a dipole in a uniform electric field. Potential energy of a dipole in uniform electric field U is equal to minus PE cos θ. ഈ 3 ടേബിൾ എപ്പോഴും അറിയാം. ഇതിനകത്ത് നമ്മളുടെ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് വർക്ക് ഡൺ ടു റൊട്ടേറ്റ് എ ഡൈപോൾ. യൂഷ്വലി ഡൈപോൾ ഈസ് ഇൻ പാരലൽ, ദാറ്റ് മീൻസ് θ1 ഈസ് ഈക്വൽ ടു 0. അവിടെ നിന്ന് 90 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് θ2 ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. വാട്ട് ഈസ് വർക്ക് ഡൺ? Work done W is equal to P into cos 0 minus cos 90. That is, it is equal to P into 1 minus 0. That is, answer is equal to P. ഇവിടെ നമ്മുടെ ആൻസർ P, സെക്കൻഡ് ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇതാ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 2-3 കാര്യങ്ങൾ. ചിലപ്പോൾ വാട്ട് ഈസ് എ വർക്ക് ഡൺ ടു റൊട്ടേറ്റ് എ ഡൈപോൾ ഫ്രം 0 ഡിഗ്രി ടു 90 ഡിഗ്രി എന്ന് ചോദിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. പകരം എന്ത് ചോദിക്കാം? What is the work done to rotate a dipole from stable equilibrium to unstable equilibrium? What is the work done to rotate a dipole from stable equilibrium to unstable? അല്ലെങ്കിൽ unstable to stable എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ ആംഗിൾ പറയാം. അപ്പോൾ നമ്മൾ അറിയണം എന്താണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം, എന്താണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം നമ്മൾ അറിയണം. അപ്പോൾ നമ്മൾ ആദ്യമേ അറിയേണ്ടത് ഇക്വിലിബ്രിയം എന്താണ്. ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി ഈസ് ഈക്വൽ ടു 0, then that body is in equilibrium. ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആവുക. ഈ ഇക്വിലിബ്രിയം തന്നെ 2 ടൈപ്പ്, പ്രധാനമായിട്ടും 2 ടൈപ്പ് ഇക്വിലിബ്രിയംസ്. ഫസ്റ്റ് വൺ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം, സെക്കൻഡ് എന്ന് പറയുന്നത് ഡൈനാമിക് ഇക്വിലിബ്രിയം. എന്താണ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി ഈസ് ഈക്വൽ ടു 0 ആൻഡ് ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. ഇപ്പോൾ ഞാൻ ഇവിടെ അനങ്ങാൻ നിൽക്കുന്നു, എനിക്ക് കിട്ടുന്ന നെറ്റ് ഫോഴ്സ് 0 ആണ്, ഞാൻ റെസ്റ്റിലുമാണെങ്കിൽ ഇതിന് പറയുന്നവരാണ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. എന്നാൽ ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ when a body is moving with യൂണിഫോം വെലോസിറ്റി, ഒരു ബോഡി യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ, യൂണിഫോം വെലോസിറ്റി മീൻസ് ദർ ഇസ് നോ ആക്സലറേഷൻ. ഇഫ് ദർ ഇസ് നോ ആക്സലറേഷൻ ദെൻ നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ഫോഴ്സ് ഇല്ല, ദാറ്റ് ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം ബട്ട് ദ ബോഡി ഈസ് സ്റ്റിൽ ഇൻ മോഷൻ. അതിന്റെ അർത്ഥം അതിന് നമ്മൾ പറയുന്നത് ഡൈനാമിക് ഇക്വിലിബ്രിയം. സാധാരണ നമ്മൾ പെട്ടെന്ന് എല്ലാവരും ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഒരു ബോഡി അനങ്ങാതിരിക്കുന്നതിനാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അങ്ങനെയല്ല, നെറ്റ് ഫോഴ്സ് 0, റെസ്റ്റിലാണെങ്കിൽ സ്റ്റാറ്റിക്, മൂവ് ചെയ്യുകയാണെങ്കിൽ ഡൈനാമിക്. ഇനി ഇത് കൂടാതെ 3 ഇക്വിലിബ്രിയം കൂടെ നമ്മൾ അറിയണം. വേറെ കുറെ ഇക്വിലിബ്രിയം ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആൻഡ് ന്യൂട്രൽ ഇക്വിലിബ്രിയം. ഇങ്ങനെ 3 ഇക്വിലിബ്രിയം. എന്താണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ? സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം, എന്നാലേ മനസ്സിലാവും. നമ്മളൊരു ബോഡി ഇങ്ങനെ ഇരിക്കുന്ന ഒരു കോൺകേവ് സർഫസിനകത്ത് ഒരു ബോഡിയെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നു. ദിസ് ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഈ ബോഡി ഇപ്പോൾ ഇക്വിലിബ്രിയത്തിലിരിക്കുന്നു. ഞാൻ ഇതിനെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് ഞാൻ ഇതിനെ പതുക്കെ ഇവിടെ വരെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഞാൻ ആ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്യുമ്പോൾ ഈ ബോഡി വീണ്ടും കറങ്ങി ഇവിടെ വന്നിരിക്കും. അപ്പോൾ ആ ബോഡിക്ക് ഇവിടെ ഇരിക്കാനാണ് താല്പര്യം. ആ ഇക്വിലിബ്രിയത്തിന് പറയുന്ന പേരാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ അവൻ വീണ്ടും തിരിച്ച് പഴയ പൊസിഷനിൽ വന്നിരിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇത് നമ്മൾ സാധാരണ ഒരു എക്സാമ്പിൾ പറയാറുണ്ട്. നമ്മളിപ്പോൾ ഒരു പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സിൽ ചില കുട്ടികൾ ബാക്കിൽ പോയിരിക്കും. അപ്പോൾ ടീച്ചേഴ്സ് വിളിച്ച് പറയും നിങ്ങൾ ഫ്രണ്ട് വന്നിരിക്കാൻ പറയും. അവൻ ഫ്രണ്ട് വന്നിരിക്കും. ഈ ടീച്ചറിന്റെ ക്ലാസ്സിൽ ഇറങ്ങി പോകുമ്പോൾ ഇവൻ വീണ്ടും ഓടി ബാക്കിൽ പോയിരിക്കും. അതിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അവന്റെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അവന് ഇഷ്ടം അവിടെ ഇരിക്കാനാണ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. എന്നാൽ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, ഈ നമ്മുടെ കോൺകേവ് സർഫസിനെ തിരിച്ചു വെക്കുമ്പോൾ അതൊരു കോൺവെക്സ് സർഫസ് ആയി, അതിന്റെ പുറത്ത് ഞാൻ ബോഡി എടുത്ത് വെച്ചിരിക്കുന്നു. ദിസ് ഈസ് ആൾസോ ഇക്വിലിബ്രിയം. ഞാൻ ഇവന്റെ പൊസിഷനെ ഇവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. എന്നിട്ട് എക്സ്റ്റേണൽ ഫോഴ്സ് ഞാൻ വെച്ച് കൈ കഴിക്കും. ആ എക്സ്റ്റേണൽ ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ അവൻ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടും.
തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരികയില്ല. അപ്പോൾ അതിന് നമ്മൾ പറയുന്നവരാണ് ഈ ബോഡിക്ക് ഇവിടെ ഇരിക്കാൻ താല്പര്യമില്ല. അതിന് നമ്മൾ പറയുന്നവരാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ. ഇപ്പൊ അത് നമ്മൾ സാധാരണ എക്സാമ്പിൾ പറയാറുണ്ട്. ചില കുട്ടികളെ ക്ലാസ്സിന് പുറത്ത് സാറന്മാർ പുറത്താക്കും, നീ പുറത്ത് പോയി നിൽക്കാൻ പറയും. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അവന്റെ വേദന എടുത്ത് പോകും. അപ്പൊ അവന് തിരിച്ചു വരാൻ താല്പര്യമേ ഇല്ല, അവൻ അതുവഴി അങ്ങ് പോകും. അപ്പൊ അതിന് നമ്മൾ പറയുന്നവരാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. പിന്നെ ഒരു ന്യൂട്രൽ ഇക്വിലിബ്രിയം. നമ്മളൊരു ബോഡിയെ എടുത്തൊരു പ്ലെയിൻ സർഫസിൽ ഇവിടെ ഒരു ബോഡിയെ വയ്ക്കും, അതിനെ ഞാൻ പൊസിഷൻ മാറ്റി ഇങ്ങോട്ട് മാറ്റി എക്സ്റ്റേണൽ ഫോഴ്സ് റിമൂവ് ചെയ്തു. അവൻ തിരിച്ചു വരികയുമില്ല, ഓടി രക്ഷപ്പെടുകയില്ല, അവൻ അവിടെ തന്നെ ഇരിക്കും. അതിന് നമ്മൾ പറയുന്നവരാണ് ന്യൂട്രൽ ഇക്വിലിബ്രിയം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യം, സ്റ്റേബിൾ ഇക്വിലിബ്രിയം മീൻസ് പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കും, അൺസ്റ്റേബിൾ മീൻസ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും, ന്യൂട്രൽ മീൻസ് പൊട്ടൻഷ്യൽ എനർജി സീറോ ആയിരിക്കും. സീറോ ആകണമെന്നില്ല. ഈ കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റേബിൾ. പൊട്ടൻഷ്യൽ എനർജി മിനിമം ആകുന്ന കണ്ടീഷനാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. നമ്മുടെ ഡൈപോളിന്റെ കേസിൽ ഒരു ഡൈപോളിന്റെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇടുമ്പോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം തീറ്റ ഈസ് ഈക്വൽ ടു 0. ആ സമയത്ത് പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും മിനിമം -P ആയിരിക്കും. അൺസ്റ്റേബിൾ എന്ന് പറയുമ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അൺസ്റ്റേബിൾ ദാറ്റ് ഈസ് കോസ് 180 -1 -1 പ്ലസ് ആണ്. അപ്പൊ ഈ രണ്ട് നമുക്ക് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നിന്നും അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലേക്ക് റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ θ1 ഈസ് ഈക്വൽ ടു 0, θ2 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. തിരിച്ച് അൺസ്റ്റേബിൾ ടു സ്റ്റേബിൾ ആണെങ്കിൽ ഇത് 180, ഇത് 0. ഇങ്ങനെ നമ്മൾ എടുക്കണം. അതാണ് വർക്ക് ഡണ്ണിനുള്ള ഇക്വേഷൻ. കൂടാതെ ഇതിനകത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന എൻട്രൻസിലൊക്കെ ചോദിക്കുന്ന നിങ്ങൾക്കും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഒരു ഡൈപോളിനെ, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോളിനെ ഇട്ടാൽ, when an electric dipole is placed in a uniform electric field, എന്നിട്ട് 4 ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് ഓരോ ഓപ്ഷൻ ഇതാണ്: there is no net force but and net torque. ഫോഴ്സും ഇല്ല, ടോർക്കും ഇല്ല. ബി ചോയ്സ് there is a net force but there is no torque. സി ചോയ്സ് there is no net force but there is a torque. ഡി ചോയ്സ് there is a net force as well as torque. ഇങ്ങനെ 4 ഓപ്ഷൻസ് വരും. സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഓർക്കേണ്ടത് കാര്യം, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോളിനെ നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാൽ +Q -Q എടുത്തിട്ട് കഴിഞ്ഞാൽ the force acting on this charge is equal to QE towards left and the force acting on this charge is equal to QE towards right. നിങ്ങൾ പഠിക്കുന്നതാണ്. അത് കാരണം ഈ ഡൈപോൾ കറങ്ങാൻ തുടങ്ങും. that is there is a torque. പക്ഷെ ഇവിടെ നെറ്റ് ഫോഴ്സ് 0 ആണ്. കാരണം ഇതിന് കിട്ടുന്ന ചാർജ് QE, ഇവന് കിട്ടുന്ന QE, രണ്ടുപേരും ഈക്വലും ഓപ്പോസിറ്റും ആണ്. അപ്പൊ നെറ്റ് ഫോഴ്സ് ഓൺ ദ ഡൈപോൾ ഈസ് ഈക്വൽ ടു 0 ബട്ട് ദർ ഈസ് എ ടോർക്ക്. അതുകൊണ്ട് നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഇതാണ്. പിന്നെ ഡൈപോൾ ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, then there is no net force but there is a torque. പക്ഷെ അടുത്തൊരു ക്വസ്റ്റ്യൻ വരാം, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അല്ല നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ, നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇതിന് കിട്ടുന്ന ഫോഴ്സ് QE1, ഇവന് കിട്ടുന്ന ഫോഴ്സ് QE2. കാരണം ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം അല്ല. QE1 കൂടുതലാണെങ്കിൽ ഇവൻ കറങ്ങുകയും ചെയ്യും, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. QE2 ആണ് കൂടുതലെങ്കിൽ ഇവൻ കറങ്ങുകയും ചെയ്യും, റൈറ്റിലേക്ക്. അപ്പൊ അവിടെ എന്ത് പറ്റും? there is a net force as well as torque. അത് രണ്ടും പഠിച്ചിരിക്കുക. In a uniform electric field, a dipole experiences no net force but there is a torque. In the case of non-uniform electric field, there is a net force as well as torque. ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം മാഗ്നറ്റിക് ഡൈപോളിന് മാഗ്നറ്റിക് ഫീൽഡിൽ ബാധകമാണ്. ഏതൊക്കെ? വർക്ക് ഡൺ, ടോർക്ക് ഈസ് ഈക്വൽ ടു P sin θ, അവിടെ MB sin θ. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു P into cos θ1 minus cos θ2, അവിടെ MB into cos θ1 minus cos θ2. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു -PE cos θ, അവിടെയാണെങ്കിൽ -MB cos θ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ ആർക്കും ബാധകമാണ്. സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഒരു ഇലക്ട്രിക് ഡൈപോളിന് ഇലക്ട്രിക് ഫീൽഡിൽ പറയുന്നത് പോലെ തന്നെ ഒരു മാഗ്നറ്റിക് ഡൈപോളിന് മാഗ്നറ്റിക് ഫീൽഡിലും പറയാം. അതുകൊണ്ട് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കഴിഞ്ഞതിന്റെ ആൻസർ P ആണ് നമ്മുടെ ആൻസർ. എല്ലാവർക്കും മനസ്സിലായല്ലോ? ശരി, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനകത്തേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4 നിങ്ങൾ വായിച്ചു നോക്കൂ. എന്താ ക്വസ്റ്റ്യൻ നമ്പർ 4നകത്ത് പറഞ്ഞിരിക്കുന്നത്? 3 capacitors 2 micro, 3 micro and 6 micro are joined in series with each other. The equivalent capacitance is. ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇതാണ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കേണ്ടുന്ന
കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനെ നമ്മളൊന്ന് ചുരുക്കി വെക്കുന്നു. When capacitors are connected in series, effective capacity is given by 1 by C effective is equal to 1 by C1 plus 1 by C2 plus 1 by C3. That is, it is equal to 1 by 2 micro plus 1 by 3 plus 1 by 6. That is equal to LCM 6 upon 3 plus 2 plus 1. That is equal to 6 by 6. That is equal to 1. Therefore, C effective is equal to 1 micro. This is the answer. പക്ഷെ ഇത് നമ്മളിപ്പോൾ ഇത്രയും ചെയ്ത് സ്റ്റെപ്പുകൾ എടുത്തില്ല. ശരിക്കും ഇങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇത് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 3 കപ്പാസിറ്റേഴ്സ് ആണ്. മനസ്സിൽ നമുക്ക് ഇട്ട് ചെയ്യാവുന്നതാണ്. 2, 3, 6. 6ഉം 3ഉം കൂടെ സീരീസിൽ വരികയാണെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റി 2 മൈക്രോ. ഇത് 2 മൈക്രോ. 2ഉം 2ഉം കൂടെ സീരീസിലാണെങ്കിൽ സി എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു 1 മൈക്രോ. ഇതാണ് നമ്മൾ എളുപ്പത്തിൽ ചെയ്യാറുണ്ട്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ കിട്ടി സാർ എന്ന് ചോദിച്ചാൽ അതൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിച്ചിരിക്കും. When 2 capacitors are connected in series, then C effective is equal to C1 C2 divided by C1 plus C2. That is equal to 6 into 3 divided by 6 plus 3. That is equal to 18 divided by 9. That is equal to 2. അപ്പോൾ ഇവരുടെ എഫക്റ്റീവ് 2, 2ഉം 2ഉം കൂടെ സീരീസ് ആകുമ്പോൾ 1 മൈക്രോ. അതെങ്ങനെ കിട്ടി? അതും ഒരു കണ്ടീഷൻ ഇത് നമ്മൾ പഠിച്ചു വയ്ക്കുക. അതുപോലെ 2 capacitors are connected in series. അതുപോലെ n identical capacitors are connected in series, then C effective is equal to C by N. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഇത് മാത്രം പഠിച്ചാൽ അത് അപ്ലൈ ചെയ്യാൻ കൂടെ പഠിക്കണം. അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ നമ്മൾ 4 കപ്പാസിറ്റേഴ്സ്, ദാറ്റ് ഈസ് 10 10 10 10. 4 കപ്പാസിറ്റേഴ്സ് നമ്മൾ സീരീസ് വാട്ട് ഈസ് എഫക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ആൻസർ C effective is equal to 10 divided by 4, that is equal to 2.5 എന്ന് നമുക്ക് എഴുതാൻ പറ്റണം. ഇതാണ് എഫക്റ്റീവ് കപ്പ്. അപ്പോൾ ഓർത്തിരിക്കുക, ഇത് രണ്ടും മറന്നു പോകരുത്. When 2 capacitors are connected in series, C effective is equal to C1 C2 divided by C1 plus C2. And when n identical capacitors are connected in series, then C effective is equal to C by N. ഓർത്തിരിക്കുക. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റിനകത്തേക്ക് നമ്മൾ കടക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ നമ്പർ 5 നന്നായിട്ട് വായിച്ചു നോക്കൂ. എന്താ ക്വസ്റ്റ്യൻ നമ്പർ 5 പറയുന്നത്? 2 point charges placed in a medium of dielectric constant 5 at a distance r between them experiences an electrostatic force F. The electrostatic force between them in vacuum and the same distance r will be. നമ്മൾ നോർമലി വാക്യൂം എന്ന് പറയുന്നത് എയർ എന്ന് പറയുന്നത് ഒന്നായിട്ടാണ് നമ്മൾ എടുക്കുക. കാരണം വാക്യൂത്തിന്റെ എയറിന്റെയുമായിട്ട് റിഫ്രാക്റ്റീവ്സ് വലിയ വ്യത്യാസം. വാക്യൂത്തിന്റെ റിഫ്രാക്റ്റീവ്നെസ് 1, എയറിന്റെ റിഫ്രാക്റ്റീവ്നെസ് 1.000. ചെറിയ വ്യത്യാസമാണ്. അതുകൊണ്ട് സാധാരണ നോർമലി നമ്മൾ എയറിനെയും വാക്യൂത്തിനെയും എന്തായിട്ട് എടുക്കും? ഒന്നായിട്ട് തന്നെ എടുക്കും. അതുകൊണ്ട് നോർമലി നമ്മൾ പറയുന്ന ഒരു കാര്യം, ഫോഴ്സ് ഇൻ എയർ ബൈ ഫോഴ്സ് ഇൻ മീഡിയം ഈസ് ഈക്വൽ ടു കെ. ഇതൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റാണ്. എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറയാം. When 2 charges are placed in air or vacuum, then it is equal to 1 by 4 pi epsilon 0 into Q1 Q2 divided by R square. When the same 2 charges are separated by same distance in a medium, then force in medium is equal to 1 by 4 pi epsilon 0 K into Q1 Q2 divided by R square. When these two are divided by F in air by F in medium is equal to Kr. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഫോഴ്സ് ഇൻ മീഡിയം ഇവിടെ തന്നിരിക്കുന്നു. മീഡിയത്തിൽ ഇരിക്കുമ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് F ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഫോഴ്സ് ഇൻ എയർ ബൈ ഫോഴ്സ് ഇൻ മീഡിയം F is equal to 5. Therefore force in air is equal to 5. Okay, this is the answer. ഇതുപോലൊരു ക്വസ്റ്റ്യൻ തന്നെ ISC-കാർക്ക് ചോദിച്ചിട്ടുണ്ട്. സെയിം പാറ്റേണാണ് നമ്മുടെ അസംഷൻ്റെ അവരുടെ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ചോദിച്ചിരുന്നത് ഫോഴ്സ് ഇൻ മീഡിയം എയറിൽ തന്നിട്ട് മീഡിയത്തിലെ ഫോഴ്സ് ആണ് ചോദിച്ചത്. കണ്ട, ചെറിയ വ്യത്യാസങ്ങളോടുകൂടിയാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഫോഴ്സ് ഇൻ എയർ ബൈ ഫോഴ്സ് ഇൻ മീഡിയം ഈസ് ഈക്വൽ ടു കെ മറന്നു പോകരുത്. ദിസ് ഈസ് ദ 5th ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനകത്തേക്ക് എടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6. 6th ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ.